സമൂഹത്തിൽ ഇടപഴകുന്ന സ്ത്രീകൾ മാന്യമായ വസ്ത്രം ധരിക്കട്ടെ എന്ന് പറയാനൊരൊറ്റ മാധ്യമപ്രവർത്തകരുമില്ല, മാധ്യമപ്രവർത്തകയുമില്ല. സ്ത്രീകൾ അവർക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് അവർക്ക് പിന്നിൽ നിന്ന് പ്രലോഭനങ്ങൾ നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ലോകമായി ഇന്ന് മാറിക്കഴിഞ്ഞു. ഇതിൻ്റെ അപകടവശങ്ങൾ എത്ര സ്ത്രീകൾ അനുഭവിച്ചാലും, ഏതെല്ലാം തരത്തിൽ സ്ത്രീകൾക്ക് ഈ നിലയിലൂടെ ഇത് കാരണത്താൽ ദുരനുഭവങ്ങളുണ്ടായാലും അതിനെ ഒന്നുമേ മനസ്സിലാക്കി റിസർച്ച് നടത്തി എന്നാൽ സമൂഹത്തിൽ മാന്യമായ വസ്ത്രങ്ങൾ സ്ത്രീകൾ ധരിക്കട്ടെ, അവരുടെ പ്രൊട്ടക്ഷൻ അവർ ആദ്യം ശ്രദ്ധിക്കട്ടെ, അതിനുശേഷം വരുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ നിയമപരമായിട്ട് ഇടപെടാമെന്ന രീതിയിലെ ഒരു ചിന്താഗതിക്കാരും ഒരു മനുഷ്യ സമൂഹം സംസാരിക്കുന്നതേ ഇല്ല. എന്നാൽ അതെല്ലാം മൈക്കകളാണ് കേട്ടോ. ലോകത്തോട് സംസാരിക്കുന്നവർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കട്ടെ, അവർ സ്വതന്ത്രരായി ഭൂമിയിൽ ജീവിക്കട്ടെ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ പിൻ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ മനുഷ്യനോടും ചോദിച്ചാൽ, സ്ത്രീയോട് ചോദിച്ചാൽ, സമൂഹത്തോട് ചോദിച്ചാൽ, കുടുംബങ്ങളായി ജീവിക്കുന്നവരോട് ചോദിച്ചാൽ പറയും സ്ത്രീകൾ മാന്യമായ വസ്ത്രം ആദ്യം ധരിക്കണമെന്നാണ്. ഭൂരിപക്ഷം മനുഷ്യരും പറയുന്നത് സ്ത്രീകൾ മാന്യമായി കേരള സംസ്കാരത്തിനനുസരിച്ച് ഓരോ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് സ്ത്രീ സുരക്ഷിതത്തിന് നിർബന്ധമായും അവരാദ്യം അവരുടെ പ്രൊട്ടക്ഷനായി വസ്ത്രം, നല്ല വസ്ത്രം ധരിക്കണം, മറയുന്ന മാന്യമായ ഭവ്യതയുള്ള വസ്ത്രം ധരിക്കണമെന്നാണ് പറയുന്നത്. ഈ മാധ്യമപ്രവർത്തകരും ഇങ്ങനെ ചാനലിൽ വരുന്നവരും ഇങ്ങനെ വലിയ പരിഷ്കാരികളായി വിരലിലെണ്ണാവുന്ന ഏകദേശം 100 പേര് മാത്രമേ ഇത് പറയുന്നുള്ളൂ. ഏത് സ്ത്രീകൾ തോന്നിയ പോലെയുള്ള വസ്ത്രം ധരിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമാണെന്നും. അതുമാത്രമല്ല എത്രയോ ഉദ്ഘാടനങ്ങളിൽ എത്രയോ പ്രഗത്ഭരായ സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട്. മാന്യമായ വസ്ത്രം ധരിച്ചിട്ടാണ് അവരുടെ പങ്കെടുക്കുന്നത് എന്നതുകൊണ്ട് അവർക്ക് പൈസ കിട്ടാതിരിക്കുകയോ അവരെ ഉദ്ഘാടനങ്ങളിൽ വിളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പൊതുവേദികളിൽ അവരെ പങ്കെടുപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. ചില സ്ത്രീകൾ അവർക്ക് അല്പം സൗന്ദര്യമുണ്ട് എന്ന് ആരോ പറഞ്ഞതുകൊണ്ടോ അതല്ലെങ്കിൽ ഉണ്ട് എന്ന് ജനങ്ങൾ പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്കും ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടോ പരിപൂർണമായി കുറഞ്ഞ വസ്ത്രം ധരിച്ച് നഗ്നരായാണ് അവർ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് കാണാൻ ജനങ്ങളും ഇത് സ്ത്രീകളെ മൊത്തമായി അപമാനിക്കുകയാണ്. സത്യത്തിൽ സ്ത്രീ സമൂഹത്തെ മൊത്തമായി തിന്നാൻ കൊടുക്കുകയാണ്.